ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്നുള്ളൊരു വിശ്വാസത്താൽ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഒരു കൂട്ടുകാരൻ പുള്ളിയുടെ കാറിൻ്റെ പവർ വിൻഡോയുടെ ബട്ടൺ, സ്വിഫ്റ്റ് ഡിസയറാണ്, പവർ വിൻഡോയുടെ ബട്ടൺ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് അത് താഴേക്ക് ചാടി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ. ഇത് എല്ലാം കൂടി അഴിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട്, പെട്ടെന്ന് പോയതാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിച്ചൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ വന്നതാണ്. ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെ അഴിക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള സ്ക്രൂ അത് ഞാൻ ഓൾറെഡി അഴിച്ചു. അപ്പോഴാണ് ഓർത്ത് ഒരു വീഡിയോ ചെയ്തേക്കാം. പിന്നെ ഇവിടെ ഒരു പിന്നുണ്ട്, അത് ജസ്റ്റ് ഉള്ളിലോട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് സാധനം, അതിന് നടുക്കത്തെ പാട്ട് ഉള്ളിലോട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ആവും. ഓക്കെ, പിന്നെ ഈ സൈഡിലുണ്ട് അതുപോലെ. ഈ നടുക്കാണ് സ്ക്രൂ കൂടി അഴിക്കണം, അപ്പോഴാണ് പാഡ് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ മതി, പാഡ് പുറത്തേക്ക് വരും. ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സ്വിച്ച് അതും കിടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ വേറെ പൊട്ടിയിട്ടൊന്നുമില്ല, എല്ലാം ഇൻടാക്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ എല്ലാം പൊട്ടിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ലൂസായി പോയായിരിക്കും. ഇതുണ്ടോ, ലോക്കെല്ലാം അതിങ്ങനെയുണ്ട്. ഈ ലോക്കിലാണ് അത് പിടിച്ച് നിൽക്കുന്നത്. ഈ ലോക്ക് കണ്ടോ, അത് പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഒരെണ്ണം കാണാൻ പാടില്ലേ. അങ്ങനെ 3 ലോക്ക് ഒരു സൈഡിൽ, അങ്ങനെ മൂന്നും 6 ലോക്കിലാണ് അത് നിൽക്കുന്നത്. പക്ഷേ ഈ സൈഡിലുള്ള പ്ലാസ്റ്റിക് ചിലപ്പോൾ ലൂസായി പോയിട്ടുണ്ടാവും, ഡോർ പാഡിലുള്ള. അപ്പോൾ അതൊരു ചെറിയ ഐഡിയ വെച്ചിട്ട് കേബിൾ ടൈ ഇട്ട് കെട്ടാൻ പറ്റുമെന്ന് നോക്കുക. ആദ്യം നമ്മൾ കാണാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് ഷോറൂമിൽ കൊടുത്തെന്തോ ലോക്കിൻ്റെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് അഴിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടോ, ഈ 3 ലോക്കും പൊട്ടിയിട്ടുണ്ട്. ഇവിടെ കാണാം 1, പിന്നെ ഇവിടെ 2, പിന്നെ ഇപ്പുറത്ത് 3. നമ്മൾ തൽക്കാലം ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു വണ്ണം കുറഞ്ഞ കേബിൾ ടൈ ഇട്ടിട്ട് സ്വിച്ച് തൽക്കാലം ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. തിരിച്ച് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം റീഫിറ്റ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ലോക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു ലോക്ക് ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോൾ അത് വേറെ മേടിച്ചിടണം. ഇനി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം നമ്മൾ ഫിറ്റ് ചെയ്തു. സ്വിച്ചൊക്കെ പ്രോപ്പറായിട്ട്. എല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.